അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ലക്ഷദ്വീപ് സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു ദ്വീപായ അഗത്തി ദ്വീപിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ലക്ഷദ്വീപിൽ ആകെ വിമാനത്താവളമുള്ളത് അഗത്തിയിലാണ്. ലക്ഷദ്വീപിലെ 10 ദ്വീപുകളിൽ ഏത് ദ്വീപിലേക്കും വിമാനത്തിൽ പോകണമെങ്കിൽ അഗത്തിയിൽ വിമാനം ഇറങ്ങണം. കൊച്ചിയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്ററും കോഴിക്കോട്ട് നിന്നും കണ്ണൂരിൽ നിന്നും ഏകദേശം 300 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടുത്തെ വിമാനത്താവളം കടൽക്കരയിലാണുള്ളത്. 7.5 കിലോമീറ്റർ നീളവും ഏകദേശം 1 കിലോമീറ്ററോളം വീതിയുമുള്ള ഒരു ചെറിയ ദ്വീപാണ് അഗത്തി. അതിൽ തന്നെ ചില ഭാഗത്ത് 300 മീറ്റർ വീതി മാത്രമേ കാണൂ. ഒരു മോട്ടോർ സൈക്കിൾ ചുറ്റി നടന്ന് നമുക്ക് ഇതിൻ്റെ എല്ലാ അതിർത്തികളും കാണാവുന്നതാണ്. 8,000-ഓളം ആളുകൾ താമസിക്കുന്ന അടുത്തടുത്ത് വീടുകളുള്ള പ്രദേശമാണിത്. ആവശ്യത്തിന് കടകളും താമസിക്കാനുള്ള ലോഡ്ജുകളും ഇവിടെയുണ്ട്. ധാരാളം ഹോട്ടലുകളുണ്ട്. സംസാര ഭാഷ മലയാളമാണ്. പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്നത് ജസ്രി എന്നൊരു ഭാഷയാണ്. അതിന് ലിഖിത രൂപമില്ല. കലാ സാംസ്കാരിക രംഗത്ത് ആ നാടിൻ്റെതായ വ്യക്തമായ ഒരു പാരമ്പര്യം ഇതിനുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒലക്കമുട്ടിക്കളിയിലും കോൽക്കളിയിലും പരിചമുട്ടിക്കളിയിലും പ്രാവീണ്യമുള്ളവരിൽ അധിക പേരും ഇവിടെയാണുള്ളത്. ഇതിനടുത്ത് മറ്റൊരു ദ്വീപായ അമിനിയിൽ താമസിക്കുന്ന ലിറാർ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ഗായകന്റെ പാട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ. അഗത്തിയിൽ ധാരാളം പള്ളികളുണ്ട്. അഗത്തിയിലെ ഏറ്റവും പഴക്കം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ആദ്യകാല നിർമ്മാണത്തിൽ യാതൊരു മാറ്റവും ഇതേവരെ വരുത്തിയിട്ടില്ല. ഒരു പുരാതന മസ്ജിദിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു പള്ളി തന്നെയാണിത്. മുഹമ്മദ് ജലാൽ മസ്താൻ തങ്ങളുടെ മകനായ ഫത്ഹുള്ള എന്നിവരുടെ മഖബറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഫത്ഹുള്ള എന്നിവരുടെ മഖബറ. ഷെയ്ഖിന്റെ പള്ളി എന്നൊരു പള്ളി ഇവിടെയുണ്ട്. ഈ പള്ളിയുടെ ചാരയാണ് ഹസ്രത്ത് സയ്യിദ് ബാബ ഫഖറുദ്ദീൻ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണിവർ. ലക്ഷദ്വീപിലെ വിമാനത്താവളമുള്ളത് അഗത്തിയിലാണെന്ന് മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. ഒരു ചെറിയ വിമാനത്താവളമാണിത്. ഔദ്യോഗിക കാര്യത്തിനുള്ള ഹെലികോപ്റ്ററുകളും ഇവിടെ ഇറങ്ങും. അഗത്തി ദ്വീപിന് തൊട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബംഗാരം. ആൾതാമസമില്ലാത്ത സുന്ദരമായൊരു ദ്വീപാണിത്. ചുറ്റും നീല നിറത്തിലുള്ള വെള്ളവും പഞ്ചാരമണലും പച്ചപ്പരവതാനി വിരിച്ച പോലുള്ള തെങ്ങിൻ തോപ്പും നിറഞ്ഞ ഒരു കൊച്ചു ദ്വീപ്. ഇവിടെ ടൂറിസ്റ്റുകൾ വരികയും അധികം ആഴമില്ലാത്ത കടലിന്റെ ഭാഗത്തിലൂടെ നടക്കുകയും ഓടുകയും വിനോദത്തിലേർപ്പെടുകയും ചെയ്യും. പ്രകൃതി ഭംഗി തുടിച്ചു നിൽക്കുന്ന ബംഗാരം ലക്ഷദ്വീപിലെ ഒരു കൊച്ചു സുന്ദരി തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ അവസാനിക്കാത്ത മനം കവരുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ദ്വീപിലെ വിവിധ ദ്വീപുകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ ഈ ദ്വീപുകൾ വന്ന് കാണുക തന്നെ വേണം. ഇൻഷാ അള്ളാഹ് അടുത്ത യാത്രാ വിവരണവുമായി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.